ഡിയർ പേരൻസ്, എൻ്റെ പേര് റജി ജോസ്. ഞാൻ മാത്തമാറ്റിക്സിൽ നിങ്ങളുടെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാത്സിൻ്റെ എത്ര വീക്കായ കുട്ടികൾക്കും നല്ല മാർക്കിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ തന്നെ ലൈഫാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ സുഹൃത്തുക്കൾ ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞു കാണും. നിങ്ങൾ എന്നെക്കുറിച്ച് ഓൾറെഡി അറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നത്. മാത്തമാറ്റിക്സിൽ വെറും 10 മാർക്ക്, 50-ൽ 10 മാർക്ക് വാങ്ങിയ എനിക്ക് എൻ്റെ ഒരു ട്യൂഷൻ ടീച്ചർ, 10ാം ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ കണ്ടെത്തിയ എൻ്റെ അങ്കിൾ എനിക്ക് വേണ്ടി കണ്ടെത്തിയ ഒരു ട്യൂഷൻ ടീച്ചറാണ് എന്നെ BSc റാങ്ക് ഹോൾഡറാക്കിയത്. ഞാൻ നിങ്ങളോട് എൻ്റെ സ്റ്റോറി പറയുന്നതിന് മുമ്പ് തന്നെ എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ച, എൻ്റെ കുട്ടികളെ എനിക്ക് പഠിപ്പിച്ച് നല്ല മാർക്ക് വാങ്ങാവുന്ന അവസ്ഥയിൽ എത്തിച്ച എൻ്റെ ഗുരുനാഥന്മാർക്കും എൻ്റെ മാതാപിതാക്കന്മാർക്കും എല്ലാം ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. അപ്പോൾ ആദ്യമേ എൻ്റെ അധ്യാപകൻ എൻ്റെ 0-യിൽ നിന്നും എന്നെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തിച്ചത് ഒരു മാജിക് മാത്സ് ട്രീ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. മാജിക് മാത്സ് ട്രീ എന്ന കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഒരു വീഡിയോ ആക്കി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ തരുന്നതാണ്. എങ്കിലും ഞാനതൊന്ന് ചുരുക്കി പറയാം. ഒരു ക്ലാസ്സിലെ ഒരു മാത്തമാറ്റിക്സിനെ ഒരു മാജിക് ട്രീയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതിൻ്റെ മീനിങ്, ഈ ട്രീയുടെ റൂട്ട് എന്ന് പറയുന്നത് ബേസിക് ഫണ്ടമെൻ്റൽസ് ഓഫ് മാത്തമാറ്റിക്സ് ആണ്. മാത്സിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. മാത്സിലേക്കുള്ള എൻട്രി കിട്ടണമെങ്കിൽ മാത്സിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ വേണം. പല കുട്ടികളും മാത്സിനോടുള്ള പേടി കൊണ്ടാണ് മാത്സിലേക്ക് എൻട്രി ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത്. എന്നാൽ എൻ്റെ ഒരു പ്രത്യേക ടെക്നിക്കിലൂടെ, ഞാനൊരു പ്രത്യേക രീതിയിൽ ഒരു സ്റ്റോറി പോലെ നിങ്ങളെ ബേസിക് ഫണ്ടമെൻ്റൽ പഠിപ്പിക്കുന്നു. അതൊരിക്കലും മാത്സ് ആണെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഞാനത് പഠിപ്പിച്ച് 16 വീഡിയോസിലൂടെ മാജിക് മാത്സ് ട്രീയുടെ റൂട്ട് എന്ന് പറയുന്നത് ഈ ബേസിക് ഫണ്ടമെൻ്റലാണ്. പിന്നെ നമുക്കറിയാം, ഒരു ട്രീ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സിലെയും ഈ റൂട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ക്ലാസ്സിലെ, ആ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകളെയാണ് ഞാൻ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഇതെൻ്റെ ഒരു അധ്യാപകൻ, എൻ്റെ ട്യൂഷൻ സാർ എനിക്ക് തന്ന ഐഡിയാസിൽ നിന്നാണ് ഞാനിത് സെറ്റ് ചെയ്തെടുത്തത്. ഈ ബ്രാഞ്ചുകൾക്കെല്ലാം ചാപ്റ്റർ 1 ഒരു ബ്രാഞ്ചാണ്. അതിന് അതിൻ്റേതായ ഒരു ഫണ്ടമെൻ്റലുണ്ട്. ചാപ്റ്റർ 2-ന് അതിൻ്റേതായ ഒരു ഫണ്ടമെൻ്റലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ ബ്രാഞ്ചുകളാണ്. അപ്പം നമ്മൾ ആദ്യമേ ബേസിക് ഫണ്ടമെൻ്റൽ റൂട്ട് ക്ലിയർ ആക്കുന്നു. അതിനുശേഷം ഓരോ ബ്രാഞ്ചുകളിലേക്ക് പോകുന്നു. ഇനി ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് 0 to whatever it may be, നിങ്ങളുടെ മാർക്ക് എത്രയും ആയിക്കോട്ടെ, അതിൽ നിന്നും നല്ല ടോപ്പ് സ്കോറിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കും എന്നത് ഞാൻ ചുരുക്കി പറയാം. ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ റജി മാത്സ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ സാമ്പിൾ വീഡിയോസ് നിങ്ങൾ കാണണം. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അതിലൂടെ കുറേ ട്രിക്കുകളും ഷോർട്ട് കട്ടുകളും മെമ്മറി ടെക്നിക്കുകളും ഒക്കെ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും എൻ്റെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ രണ്ടാമതായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, എന്താണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള വ്യക്തമായൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരുവാണ്. അതിനു മുമ്പ് തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. എൻ്റെ ഡീറ്റെയിൽസ് റജി ജോസ് മാത്തമാറ്റിക്സ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് AI മോഡിൽ ചെയ്താൽ റജി ജോസ് എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും, ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ടീച്ചിങ് ഫീൽഡിൽ ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ എൻ്റെ പുതിയ മെത്തേഡ്, ഞാനൊരു സോഫ്റ്റ്വെയറിലൂടെ എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ഒരു സോഫ്റ്റ്വെയറിൽ സെറ്റാക്കി എടുത്തു. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വീഡിയോസാണ് ആ സോഫ്റ്റ്വെയറിലുള്ളത്. ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് എക്സലിൻ മാത്സ് എന്നാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ ഞാൻ ഈ വീഡിയോ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു ടീച്ചിങ് മെത്തേഡ്, ആ ടീച്ചിങ് മെത്തേഡ് ഞാൻ ആദ്യം പറയാം. അതിനുശേഷം ഞാനതിൻ്റെ എവിഡൻസ് കാണിച്ചു തരാം, അതെന്തുകൊണ്ട് സക്സസ് ആവുന്നു. ഈ എക്സലിൻ മാത്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ ഓരോ ക്ലാസ്സിലെയും ബേസിക് ഫണ്ടമെൻ്റൽ മുതൽ എല്ലാ ചാപ്റ്ററുകളുടെയും വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ ബേസിക് ഫണ്ടമെൻ്റൽസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസുകൾ. അതിൽ ഒരു കാര്യമുള്ളത്, ഒരിക്കലും ഞാൻ റിപ്പീറ്റ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല. കുട്ടികളെ ബോറടിപ്പിക്കുന്ന രീതിയിൽ റിപ്പീറ്റ് ചെയ്യാതെ
ആവർത്തന വിരസത ഉണ്ടാക്കാതെ ഓരോ കോൺസെപ്റ്റുകളും ഞാൻ ചുരുക്കി വളരെ ഷോർട്ടായിട്ട് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഷോർട്ട് ട്രിക്കുകൾ, ക്വിക്കായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ ഷോർട്ട് കട്ടുകൾ, ഇക്വേഷൻസ് ഓർത്തിരിക്കാനുള്ള മെമ്മറി ട്രിക്കുകൾ, നെമോണിക്സ്, ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 8ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസ്സുകളിലും 20 മണിക്കൂറോളമുള്ള വീഡിയോസാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 9ാം ക്ലാസ് ആകുമ്പോൾ അതൊരു 25 മണിക്കൂർ വരും. 10ാം ക്ലാസ്സിൽ ഒരു 30 മണിക്കൂർ വരും. 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഏകദേശം 40 മണിക്കൂറോളം ആ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ തന്നെ ട്രെയിനിങ് കൊടുത്ത ഒരു ഓൺലൈൻ ലേഡി ടീച്ചർ നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് തനിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കുട്ടികൾ അങ്ങനെ തനിച്ച് പഠിക്കാൻ തയ്യാറാകണമെന്ന് നിർബന്ധമില്ല. അവർക്കൊരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ബേസിക് ഫണ്ടമെൻ്റൽ, ഞാൻ പറഞ്ഞല്ലോ മാജിക് മാസ്റ്ററി എന്ന കോൺസെപ്റ്റിൻ്റെ റൂട്ട് മാത്സിൻ്റെ ബേസിക് ഫണ്ടമെൻ്റലാണ്. അത് കുട്ടികളുടെ പേടി മാറ്റും. പക്ഷേ എങ്കിലും കുട്ടികൾക്ക് അത് തനിച്ച് പഠിക്കാൻ പേടിയുള്ളതുകൊണ്ട് ഓൺലൈൻ ടീച്ചേഴ്സിനെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ വീഡിയോസ് പഠിക്കുന്നതിനോടൊപ്പം ഈ ടീച്ചർമാർ നിങ്ങളെ സപ്പോർട്ടും കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് ക്ലാസ്സുകൾ മതി. കാരണം എൻ്റെ സോഫ്റ്റ്വെയറിൽ എല്ലാ വീഡിയോസും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ടീച്ചർമാരുടെ ആവശ്യം അവിടെ വരുന്നില്ലെങ്കിലും ആദ്യത്തെ 1-2 ചാപ്റ്ററുകളിൽ ഒരു ടീച്ചറുടെ സപ്പോർട്ട് നിങ്ങൾ തേടുക. ആ ടീച്ചറിനെ ഞാൻ തന്നെ ട്രെയിനിങ് ചെയ്തതായതുകൊണ്ട് അവർക്കറിയാം എൻ്റെ വീഡിയോസ് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ പഠിക്കണം. 2 ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടി സോഫ്റ്റ്വെയർ തനിച്ച് പഠിക്കാൻ ഉള്ള അവസ്ഥയിലെത്തിയാൽ പിന്നെ ആ ടീച്ചറിനെ നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ മാത്രം വിളിച്ചാൽ മതി. ഇനി ഞാനിതിൻ്റെ എവിഡൻസ്, ഇത് എത്രത്തോളം സക്സസ് ആണെന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് കാണിച്ചു തരാം. ഞാൻ എബനേസർ ഇൻ്റർനാഷണൽ സ്കൂൾ കോട്ടയം, ഇവിടെ ഞാൻ ചെന്നിട്ട്, ഞാൻ കഴിഞ്ഞ 30 വർഷം ടീച്ചിങ് എക്സ്പീരിയൻസിലായിരുന്നു. ടീച്ചിങ് ഫീൽഡിൽ ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്ക് വാങ്ങിച്ചു കൊടുത്തെങ്കിലും എൻ്റെ ഈ ടീച്ചിങ് മെത്തേഡ്, അതായത് എൻ്റെ വീഡിയോസിലൂടെ ഓൺലൈൻ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി പഠിക്കാവുന്ന ഒരു ടീച്ചിങ് മെത്തേഡ് ഞാൻ എത്രത്തോളം സക്സസ് ആകുമെന്നറിയാനാണ് ഞാൻ ഈ എബനേസർ ഇൻ്റർനാഷണൽ സ്കൂളിൽ ഞാൻ ചെന്നിട്ട് അവിടുത്തെ പ്രിൻസിപ്പളിനോട് ഞാൻ ഏറ്റവും മാർക്ക് കുറഞ്ഞ 3 കുട്ടികളെ ആവശ്യപ്പെട്ടു. ആദ്യമേ എ ബാച്ച്, ബി ബാച്ച്, സി ബാച്ച്, ഈ 3 ബാച്ചുകളിലെ ഏറ്റവും മാർക്ക് കുറഞ്ഞ കുട്ടികളുടെ മാർക്ക് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് അവർക്കുണ്ടായിരുന്ന മാർക്കാണ് 13%, 47%, 48%. ഇതായിരുന്നു അവരുടെ മാർക്ക്. പക്ഷേ എൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് എൻ്റെ വീഡിയോസും അതോടൊപ്പം എൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സിൻ്റെ വളരെ കുറച്ച് നേരത്തെ സപ്പോർട്ട്, വെറും 10-15 മണിക്കൂർ മാത്രമേ ഈ ബേസിക് ഫണ്ടമെൻ്റലിലേക്ക് പോയ ഈ കുട്ടിക്ക് മാത്രമേ കുറച്ച് കൂടുതൽ സപ്പോർട്ട്, ഏതാണ്ട് 20-25 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. മറ്റുള്ളവർക്ക് ഏകദേശം 10-12 മണിക്കൂർ മാത്രമേ സ്പെൻഡ് ചെയ്തുള്ളൂ. അവരുടെ മാർക്കിൻ്റെ ഡിഫറൻസ് 13% കിട്ടിയ കുട്ടി 52%, 47-63, 48-72 എൻ്റെ ഈ ഒരു പെർഫോമൻസ് കണ്ട് അവിടുത്തെ പ്രിൻസിപ്പൾ എനിക്കൊരു സർട്ടിഫിക്കറ്റ് തന്നെ തന്നു. പ്രിൻസിപ്പളിൻ്റെ ലെറ്ററിൽ എനിക്ക് പ്രിൻസിപ്പൾ സൈൻ ചെയ്ത് എനിക്കൊരു ലെറ്ററും കൂടി തന്നു. അതിൻ്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അതായത് ഒരു എബനേസർ ഇൻ്റർനാഷണൽ സ്കൂൾ പോലെ ഒരു സ്കൂളിൽ, ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലെ ഒരു പ്രിൻസിപ്പൾ എനിക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ അവർക്ക് എന്നോട് അത്രയും ഒരു റെസ്പെക്റ്റ് ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന മെത്തേഡ് 100% കറക്റ്റാണെന്ന് തോന്നിയതുകൊണ്ടാണ് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് തന്നത്. അതിനകത്ത് കുട്ടികളുടെ ആദ്യത്തെ മാർക്കും ഉണ്ട്, അതിനുശേഷം എൻ്റെ ട്യൂഷന് ശേഷം കിട്ടിയ മാർക്കും ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കും എൻ്റെ സോഫ്റ്റ്വെയറിന് 30,000 രൂപ, 1,00,000 രൂപ അങ്ങനെയുള്ള ചാർജുകളൊന്നുമില്ല. എല്ലാ കുട്ടികൾക്കും പഠിക്കാവുന്ന രീതിയിൽ 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ് ആ കുട്ടികൾക്കായിട്ട് ഞാൻ ചാർജ് ചെയ്യുന്ന പ്രൈസ്, ഈ എക്സലൻറ്റ് മാത്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന് ഞാൻ ചാർജ് ചെയ്യുന്ന പ്രൈസ് വെറും 3,000 മാത്രമാണ്. 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 2,000 ചാർജ് ചെയ്യുന്നുള്ളൂ. കാരണം 20 മണിക്കൂർ ക്ലാസ്സുകളെ അതിനകത്തുള്ളൂ. മറ്റേ 10ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ഒക്കെ ആകുമ്പോൾ ഏകദേശം 25-30 മണിക്കൂർ, അതുപോലെ +1 +2 40 മണിക്കൂറോളം ക്ലാസ്സുണ്ട്. ഇനി ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വളരെ കുറച്ച് സമയം നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ 2, 3, 4 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ഡൗട്ട്സിന് മാത്രം വിളിച്ചാൽ മതി. അപ്പോൾ അവർ ചാർജ് ചെയ്യുന്ന ഫീസ് ഒരു കുട്ടി മാത്രമേ ഉള്ളെങ്കിൽ
₹100 to 150, 2 കുട്ടികളുണ്ടെങ്കിൽ ₹75, 3 കുട്ടികളുണ്ടെങ്കിൽ ₹50. കാരണം എൻ്റെ സോഫ്റ്റ്വെയർ ഓൾറെഡി അതിൽ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ടീച്ചേഴ്സ് ആ സോഫ്റ്റ്വെയർ മനസ്സിലാക്കിയിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് അവിടെ ടീച്ചേഴ്സിന് ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ തന്നെ ട്രെയിനിങ് കൊടുത്ത ടീച്ചേഴ്സ്, ഓൺലൈൻ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കൂ. അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ചെറിയ സമയം കൊണ്ട് ഏറ്റവും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാവുന്ന ഒരു പ്രൈസിൽ നിങ്ങൾ ആ സോഫ്റ്റ്വെയർ ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്യുന്നു. എൻ്റെ ടീം ലീഡേഴ്സ്, നിങ്ങളെ സമീപിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ടാവും, അവർ നിങ്ങൾക്ക് അതിൻ്റെ വിധങ്ങളെല്ലാം പറഞ്ഞു തരും. നിങ്ങൾ ആ സോഫ്റ്റ്വെയർ 1ാമത്തെ ചാപ്റ്റർ ബേസിക് ഫണ്ടമെൻ്റൽ മുതൽ പഠിച്ചു തുടങ്ങുക. അതിനുശേഷം എൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങിക്കാം. എനിക്ക് കിട്ടിയ, ഞാനിപ്പോൾ കഴിഞ്ഞ 30 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് ഗവൺമെൻറ് തലത്തിൽ ഒരു അംഗീകാരം കിട്ടി. അതിൻ്റെ വീഡിയോ ഉണ്ട്. മന്ത്രി മോൻസ് ജോസഫ് എനിക്ക് എക്സലൻസ് അവാർഡ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിയറ ശ്രീധരൻ സാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സ്കൂൾ തലത്തിലൊക്കെ ഒരുപാട് ബുക്കുകൾ എഴുതുന്ന കേരള ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൻ്റെ ഡയറക്ടറായ അദ്ദേഹം എൻ്റെ മാജിക് മാസ്റ്ററി എന്ന കോൺസെപ്റ്റ് ശരിക്കും പഠിച്ചതിന് ശേഷം അത് 100% കുട്ടികൾക്ക് പ്രയോജനമാണ് എന്ന് അദ്ദേഹം പറയുന്നു. പള്ളിയറ ശ്രീധരൻ്റെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ എന്നെക്കുറിച്ച് എൻ്റെ സ്വന്തം നാട്ടുകാരനാണ് നമ്മുടെ ഗിന്നസ് പക്രു സിനിമാ താരം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹവും എൻ്റെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ആ ഒരു രീതി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വെറും 10 മാർക്കിൽ നിന്നും യൂണിവേഴ്സിറ്റിയുടെ ടോപ്പിലേക്ക് വന്നപ്പോൾ കേരളത്തിലെ എല്ലാ ന്യൂസ് പേപ്പറുകളും എന്നെക്കുറിച്ച് വലിയ ന്യൂസുകൾ വന്നു. അതെല്ലാം ന്യൂസായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എൻ്റെ ആളുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്കും എൻ്റെ അതേ രീതിയിലേക്ക് എത്താൻ സാധിക്കും. അതിനുശേഷം എന്നോടൊപ്പം ആ കുട്ടികൾക്കും പഠിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.